ഭക്തിയുള്ളതുകൊണ്ടാണ് ശരശയിൽ കിടക്കുമ്പോഴും ഭീഷ്മാചാര്യൻ തളരാതിരുന്നത്. ഭക്തിയുള്ളതുകൊണ്ടാണ് ഗാന്ധിജിയെപ്പോലുള്ള മഹാത്മാക്കൾ തോക്കിന് മുമ്പിൽ രാമ എന്ന് പറഞ്ഞു പോയത്. ആ ഭക്തിയാണ് നമുക്ക് കൈവരിക്കേണ്ടത്. ഭക്തിയിലാണ് ശക്തിയുണ്ടെന്ന് ഉള്ളതെന്ന് തിരിച്ചറിയണം. ഇങ്ങനെ പറഞ്ഞപ്പോ ആ അമ്മ പറയാണ്, കുട്ടി ഇതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ആ അറിവിലേക്ക് ഉയരാൻ അമ്മയെ ഒന്നുകൂടി സഹായിക്കൂ എന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് കുറേയും കൂടി ഈ കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ് പുത്രൻ. ഈ ഭാഗത്തെയാണ് സാഖ്യയോഗം എന്ന് വിളിക്കുന്നത്. ഭാഗവതത്തിലെ ഫിസിക്സ് ആണ് സാഖ്യയുഗം. ഊർജ്ജതന്ത്രമാണ് ഈ കാപിലയോപാഖ്യാനത്തിലെ സാഖ്യശാസ്ത്രം. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാരതവർഷത്തിൽ അവതരിച്ച മഹാപുരുഷനാണ് ഈശ്വരകൃഷ്ണൻ എന്ന് പറയുന്ന പുരുഷൻ. ആ ഈ ഈശ്വരകൃഷ്ണൻ എഴുതി വച്ചിട്ടുള്ള യോഗമാണ് സാഖ്യയോഗം. അതിനുശേഷം അത് കാലാഹരണപ്പെട്ടപ്പോ ഇപ്പോഴിതാ ഭഗവാൻ കപിലനായി അവതരിച്ച് വീണ്ടും അതിന് പുനർജീവനം കൊടുത്തിരിക്കുന്നു. ഇന്ന് ആധുനിക ഫിസിക്സ് എവിടെ നിൽക്കുന്നു? ആ കാര്യം 10,000 വർഷങ്ങൾക്ക് മുമ്പ് മുൻകൂട്ടി കാണാൻ സാധിച്ച ഒരു പൂർവികന്മാര് നമുക്കുണ്ടായിരുന്നു എന്ന് ഈ ഭാഗത്തിലൂടെ നമുക്ക് കാണാം. ഇന്ന് ആധുനിക ഊർജ്ജതന്ത്രം പോലും സമ്മതിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ 2 ശക്തികളെ ഉള്ളൂ എന്നുള്ളത്. ഏതാണത്? ഒന്ന് എനർജിയും, 2 കോൺഷ്യസ് എനർജിയും. അവരതിനങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. എനർജി എന്ന് പറഞ്ഞാൽ അവരതിനെ മെറ്റീരിയൽ എനർജി എന്ന് വിളിച്ചു. രണ്ടാമത് കോൺഷ്യസ് എനർജി എന്ന് മറ്റൊന്നിനെ വിളിച്ചു. എന്താ കോൺഷ്യസ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ എനർജിയെ സ്ഥൂലവും സൂക്ഷ്മവുമാക്കാൻ സാധിക്കുന്ന ശക്തിയാണ് കോൺഷ്യസ് എനർജി എന്ന് വിളിക്കുന്നത്. ഞാൻ കൂടുതൽ ഫിസിക്സിലേക്ക് പോകുന്നില്ല. നമുക്ക് സാഖ്യശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിലൂടെ കാര്യങ്ങൾ നോക്കാം. കാരണം ഞാനും നിങ്ങളും ഫിസിക്സ് പഠിക്കാനല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കുട്ടികളായിട്ട് പലരും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടെ 2 ശക്തികളെ ഈ പ്രപഞ്ചത്തിലുള്ളൂ എന്ന് ഇന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയതിനെ 10,000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിക്കൊണ്ടിവിടെ പറയാണ്, ഈ ശക്തികളെ പുരുഷനെന്നും പ്രകൃതിയെന്നും വിളിക്കുന്നു. പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനെന്നും സ്ത്രീ എന്നും വിളിക്കുന്നു. സ്ത്രീ എന്നാൽ പെണ്ണ് എന്ന അർത്ഥത്തിലല്ല വിളിച്ചത്. സ്ത്രീ എന്നാൽ പ്രകൃതിയുടെ 3 ഭാവശക്തികൾ. ഏതൊക്കെയാണത്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് 3ഉം കൂടിച്ചേർന്ന ശക്തിയാണ് സ്ത്രീ എന്ന് വിളിച്ചത്. നോക്കൂ, സംസ്കൃതത്തിൽ ഓരോ പദങ്ങൾക്കും സൂക്ഷ്മമായ അർത്ഥമുണ്ട്. സ്ത്രീ എന്ന പദം എഴുതുമ്പോൾ അല്ലെങ്കിൽ ആ ലെറ്റർ എഴുതുകയാണെങ്കിൽ, സംസ്കൃതത്തിലോ നിങ്ങൾ മലയാളത്തിലോ സ്ത്രീ എന്ന് എഴുതുകയാണെങ്കിൽ അതിൽ 3 അക്ഷരങ്ങളേ ഉള്ളൂ. സ എന്ന ശബ്ദം, ത എന്ന ശബ്ദം, റ എന്ന ശബ്ദം. സ എന്നതുകൊണ്ട് സത്വഗുണമെന്നും, ത എന്നതുകൊണ്ട് തമോ ഗുണമെന്നും, ര എന്നതുകൊണ്ട് രജോ ഗുണമെന്നും. അതായത് പ്രകൃതിയിൽ 3 ഗുണങ്ങളെ ഉള്ളൂ എന്ന് പറയാണ്. ഇത് നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മനസ്സിന് 3 ഗുണങ്ങളുണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. മനസ്സെപ്പോ സ്വസ്ഥവും ശാന്തവും വിവേകത്തോടുകൂടിയും ഇരിക്കുന്നുവോ, സ്നേഹം, ദയ, കാരുണ്യം, വാത്സല്യം ഇങ്ങനെയുള്ള ഉത്കൃഷ്ട ഗുണങ്ങളിലിരിക്കുന്നുവോ, അപ്പോ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മനസ്സ് ഏത് ഗുണത്തിലാണ്? സത്വഗുണത്തിലാണ്. ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവുക, വിവേകമുണ്ടാവുക, ജ്ഞാനമുണ്ടാവുക, പിന്നെ സൽഗുണങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ മനസ്സ് സത്വഗുണത്തിലാണ്. എപ്പോ മനസ്സിൽ കാമവും ക്രോധവും ലോഭവും സ്വാർത്ഥതയും അസൂയയും പ്രബലമായി വരുന്നുവോ, അപ്പൊ മനസ്സിലാക്കണം മനസ്സ് രജോ ഗുണത്തിന്റെ പിടിയിലാണെന്ന്. എപ്പോ മനസ്സിൽ മറവി, സംശയം, ഭയം, അതുപോലെ തന്നെ മനസ്സിൽ ഉറക്കം, ആലസ്യം, ഈ തരത്തിലുള്ള വികാരങ്ങൾ നിറഞ്ഞിരിക്കുന്നുവോ, അപ്പം മനസ്സിലാക്കണം മനസ്സ് തമോ ഗുണത്തിന്റെ പിടിയിലാണെന്ന്. ഈ വികാരങ്ങളെ നമ്മുടെ ഉള്ളിലുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിന് സത്വഗുണത്തിലിരിക്കാൻ പറ്റും, രജോ ഗുണത്തിലിരിക്കാൻ പറ്റും, അതുപോലെ തമോ ഗുണത്തിലിരിക്കാൻ പറ്റും. നിങ്ങൾ സന്ധ്യാസമയത്ത് വീട്ടിൽ പുറത്തിറങ്ങുമ്പോൾ വഴിയിൽ നീളത്തിലൊരു സാധനം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സ് പറയും, ദേ കാല് വെക്കേണ്ട, അതൊരു പാമ്പാണ്. ഉടനെ നിങ്ങൾ പറയാണ്, ഞാൻ കുറച്ചു മുമ്പ് ഇതിലെ വന്നതല്ല, അതൊരു പൈപ്പിന്റെ കഷ്ണമല്ല, അതിങ്ങനെ പാമ്പാവുക എന്ന് നിങ്ങൾ ഉടനെ തന്നെ വിവേകത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിലൂടെ കടന്നു പോവാൻ അല്പം പോലും ഭയമുണ്ടാവില്ല. നോക്കൂ, ആ വിവേകം വന്നപ്പോഴാണ് നമുക്ക് അതിലൂടെ കടന്നു പോകാൻ സാധിച്ചത്.
അപ്പൊ നിങ്ങൾ ആ ഓർമ്മകളിലേക്ക് തിരിച്ചു പോവുകയാണ്. അതെങ്ങനെയാ പാമ്പാവുക? അത് രാവിലെ ഞാൻ കണ്ടതല്ലേ, അത് വൈകുന്നേരം അവിടെ കണ്ടതല്ലേ, അത് പാമ്പാവാൻ വഴിയില്ലല്ലോ, അത് വെറും പൈപ്പിന്റെ കഷ്ണം. ഈ ഓർമ്മകളിലേക്കും അറിവിലേക്കും ഉയർന്നപ്പോ തമോ ഗുണത്തിൽ നിന്നും വീണ്ടും മനസ്സിനെ സത്വഗുണത്തിലേക്ക് ഉയർത്താൻ സാധിച്ചു. ആ മനസ്സിൽ തമോ ഗുണം വന്നു, രജോ ഗുണം വന്നു, പേടി വന്നു, പുറകോട്ട് മാറി മനസ്സ്. അതേ സമയത്ത് വിവേകം വന്നപ്പോൾ വീണ്ടും സത്വഗുണം വന്നപ്പോൾ മനസ്സിലേക്ക് ധൈര്യം വന്നു. പ്രിയാണ് ഇല്ല, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നടക്കുന്നില്ലേ? ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മാറി മാറി നടക്കുന്നുണ്ട്. ഇതിനെയാണ് പ്രകൃതി എന്ന് വിളിക്കുക. ഇനി പ്രകൃതിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ആര് വേണം? പുരുഷൻ വേണം. പുരുഷൻ എന്ന ശബ്ദത്തിന് അർത്ഥം പുരിയിലിരുന്നു കൊണ്ട് ഈ പുരത്തെ പ്രവർത്തിപ്പിച്ച് പുരത്തിലൂടെ അറിവ് നേടി പുരത്തിൽ നിന്നും വിട്ടിരിക്കുന്നവൻ ആരോ അവൻ പുരുഷൻ. ഞാനും നിങ്ങളും ഒരേ സമയം പുരുഷനും പ്രകൃതിയും കൂടിച്ചേർന്നവരാണ്. ഇപ്പൊ കരിമ്പിന്റെ കഥ പറഞ്ഞതുപോലെയാണ്. കരിമ്പ് കരിമ്പായിട്ടിരിക്കുന്നത് അതിൽ ജ്യൂസ് ഉള്ളത് കൊണ്ടാണ്. ഒരിക്കൽ ആ ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ അത് വെറും ചണ്ടിയാണ്. പിന്നെ നമ്മൾ അതിനെ കരിമ്പെന്ന് വിളിക്കാറില്ല, ഉണ്ടോ? ഇല്ല. ഇതുപോലെ ഇപ്പോൾ ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്നത് നമ്മളിൽ പുരുഷനും പ്രകൃതിയും ഇരിക്കുന്നുണ്ട്. എപ്പോ പുരുഷൻ ശരീരത്തെ വിട്ടു പിന്നെ ഇതൊരു ശവമാണെന്ന് പറയാണ്. പുരുഷന്റെ സാന്നിധ്യത്തിലാണ് പ്രകൃതിയിലെ എല്ലാ പ്രവൃത്തികളും നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? പ്രപഞ്ചം മുഴുവൻ പുരുഷ പ്രകൃതിയുടെ ലീലയാണ്. അതുകൊണ്ട് ഭാരതീയ ദൈവീക സങ്കല്പത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നമുക്ക് കൃഷ്ണനുണ്ട്, കൃഷ്ണന്റെ കൂടെ രാധയുണ്ട്. കൃഷ്ണൻ എന്നാൽ പുരുഷനെന്നും രാധയെന്നാൽ പ്രകൃതിയെന്നും. സീതയും രാമനുമുണ്ട്. രാമൻ എന്നാൽ പുരുഷനെന്നും സീതയെന്നാൽ പ്രകൃതിയെന്നും. അതുപോലെ തന്നെ ശിവനും പാർവതിയുമുണ്ട്. നമ്മുടെ ദൈവീക സങ്കല്പം മുഴുവൻ എടുത്തു നോക്കൂ നിങ്ങൾ. വീണ്ടും മറ്റൊരു ചിത്രം നിങ്ങൾ കണ്ടു കാണും, അർദ്ധനാരീശ്വര ചിത്രം. പകുതി പരമശിവനും പകുതി പാർവതീദേവിയും ചേർന്നൊരു ചിത്രം. എന്താ അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും ഒരേ സമയം പുരുഷനാണ്, അതേസമയം പ്രകൃതിയാണ്. ഇതാണ് ഈ പ്രപഞ്ചം എന്ന് പറയാം. ആണും പെണ്ണും ചേർന്നവരാണ് നമ്മളൊക്കെ പറയാണ്. ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ പുരുഷനാണ്, പുറമേക്ക് നമ്മൾ സ്ത്രീകളാണ്. നോക്കൂ, ഈ ഒരു കാര്യം 5000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തി ഇന്നിപ്പോ എത്തിയിരിക്കുന്നത് ഒരു പുത്രോത്പാദനം ചെയ്യാൻ സ്ത്രീയും പുരുഷനും ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ആധുനിക ശാസ്ത്രം എത്തി നിൽക്കുന്ന ക്ലോണിംഗ് എന്ന ടെക്നോളജിയിലാണ്. ക്ലോണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു മൈക്രോ സെല്ലെടുത്ത് വികസിപ്പിച്ച് അതിനെ പോഷിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഒരു രൂപത്തെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തി പന്നികളെയും ആടുകളെയും ഓൾറെഡി നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഒരാണും പെണ്ണൊന്നും ഇനി ബന്ധപ്പെടേണ്ട ആവശ്യമില്ല പുത്രോത്പാദനത്തിന്. നമ്മുടെ ഒരു സെല്ലിനെ വിഘടിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളിലൊക്കെ ഒരു ആണുമുണ്ട്, നമ്മളിലൊക്കെ ഒരു പെണ്ണുമുണ്ട് എന്നുള്ള സത്യം. നോക്കൂ, എത്രത്തോളം ആ 5000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ സത്യം നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാമെന്ന് വേനന്റെ തുടയിൽ നിന്നും എടുത്തു ഒരു പൃഥുവിനെയും മറ്റും കൈകളിൽ നിന്നും എടുത്തു പൃഥുവിനെയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ തന്നെ സകലതും സൃഷ്ടിക്കാനുള്ള ശക്തിയും കാര്യങ്ങളും ഉണ്ട് എന്ന് പറയാണ്. ഇന്ന് അറിവിലൂടെയാണല്ലോ ശാസ്ത്രജ്ഞന്മാരത് കണ്ടെത്തിയിരിക്കുന്നത്. ആ അറിവിലൂടെ സൃഷ്ടി നടത്തിയവരായിരുന്നു പൂർവികന്മാർ. ജീവനുള്ള ശരീരത്തിൽ നിന്ന് ക്ലോണിംഗ് ചെയ്തവരാണ് ഇന്നത്തെ ആധുനിക ശാസ്ത്രജ്ഞന്മാരെങ്കിൽ മരിച്ച ശരീരത്തിൽ നിന്ന് ക്ലോണിംഗ് ചെയ്തവരാണ് നമ്മുടെ പൂർവികന്മാരെന്ന് പറയാണ്. മരിച്ച വേനന്റെ ശരീരത്തിൽ നിന്നാണ് പൃഥുവിനെയൊക്കെ എടുക്കുന്നത്. ആ കഥ നമുക്ക് 4ാമത്തെ സ്കന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയാം. ഏതായാലും ഇവിടെ പുരുഷനും പ്രകൃതിയും ചേർന്നതാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയേണ്ടായി. ഇവിടെ പ്രകൃതിക്ക് 24 തലങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പ്രകൃതിയെ വീണ്ടും വിഭജിച്ച് കാണിച്ചു തരികയാണ് ഇവിടെ കപിലൻ. ഏതൊക്കെയാണ്? ഈ പ്രകൃതിയിൽ നമുക്ക് ഓരോരുത്തർക്കും 5 അനുഭവങ്ങളേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും ഇങ്ങോട്ട് ജനിച്ച് വന്ന് വീണപ്പോൾ 5 അനുഭവങ്ങൾ അനുഭവിക്കാനേ പ്രകൃതി നമ്മളെ അനുഗ്രഹിച്ചിട്ടുള്ളൂ. ഏതൊക്കെയാണത്? ചെവിയിലൂടെ കേൾക്കുക എന്നുള്ളൊരു അനുഭവം, അതുപോലെ സ്പർശസുഖം തൊലിയിലൂടെ അനുഭവിക്കുക എന്നുള്ളത്, അതുപോലെ കണ്ണിലൂടെ കാണുക എന്നുള്ളൊരു അനുഭവം, നാവിലൂടെ രുചി അറിയുക എന്നുള്ള അനുഭവം, മൂക്കിലൂടെ വാസനകൾ അറിയുക എന്നുള്ള അനുഭവം. 6ാമത്തൊരനുഭവം ഈ പ്രകൃതിയിൽ ആർക്കും കൊടുത്തിട്ടില്ല. മനസ്സിലാവുണ്ടല്ലോ? കേൾക്കുക,
സ്പർശിക്കുക, കാണുക, രുചിക്കുക, മണക്കുക. ഈ 5 അനുഭവങ്ങളും വന്നിരിക്കുന്നത് 5 പഞ്ചമഹാഭൂതങ്ങളിൽ നിന്നാണ്. എവിടെ നിന്നൊക്കെയാണ്? ആകാശം. ആകാശത്തിൽ നിന്ന് വന്നു ശബ്ദം. ആകാശമുണ്ടെങ്കിലേ ശബ്ദമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ആകാശമില്ലെങ്കിൽ ശബ്ദമില്ല. വായുവിൽ നിന്നും വന്നു സ്പർശം. വായുവില്ലെങ്കിൽ സ്പർശസുഖം അറിയാൻ സാധ്യമല്ല. ഫാനിന്റെ കാറ്റ് നമ്മുടെ ശരീരത്തിൽ തട്ടുന്നത് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്, സ്പർശസുഖം നമ്മൾ അറിയുന്നുണ്ട്. അതുപോലെ അഗ്നിയിൽ നിന്നും വന്നു രൂപം. അഗ്നിയില്ല എങ്കിൽ രൂപമില്ല. അഗ്നിയാണ് എല്ലാ രൂപത്തെയും പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ടാണ് എപ്പോ നമ്മുടെ ശരീരത്തിൽ നിന്നും ഈശ്വര ചൈതന്യം വിട്ടുപോകുന്നുണ്ടോ ആ സമയം ശരീരത്തിന്റെ ചൂട് നഷ്ടപ്പെട്ട് ശരീരം തണുക്കാൻ തുടങ്ങും. അതാണല്ലോ പണ്ട് വൈദ്യന്മാര് നോക്കുക, ശരീരം തണുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. തണുക്കുന്ന നിമിഷം മുതൽ ശരീരത്തിന്റെ രൂപഭാവം മാറാൻ തുടങ്ങും. ശരീരം വീർക്കാൻ തുടങ്ങും, ചീർക്കാൻ തുടങ്ങും. അതങ്ങനെ ചീർത്ത് വീർക്കാൻ തുടങ്ങും. ശവം വീർത്ത് വരും. കുറെ കഴിഞ്ഞാൽ പിന്നത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോകും. അങ്ങനെയാണല്ലോ ശരീരത്തിന്റെ പ്രക്രിയ. അപ്പൊ ഈ ശരീരത്തെ ഈ രൂപത്തിൽ കൊണ്ടു നടക്കുന്നത് ആരാണ്? അഗ്നിഭഗവാനാണെന്ന് പ്രിയാണ്. എപ്പോ അഗ്നിഭഗവാൻ വിട്ടുവോ രൂപത്തിന്റെ ഷേപ്പ് മാറി. 4-മത്തത് വെള്ളമാണ്. വെള്ളത്തിന്റെ പ്രത്യേകത ടേസ്റ്റാണ്, രുചിയാണ്. നാവിൽ വെള്ളത്തിന്റെ അംശമില്ലായിരുന്നുവെങ്കിൽ നമുക്ക് രുചി അറിയാൻ സാധ്യമല്ല. എപ്പോഴും നമ്മുടെ ശരീരത്തിൽ വെറ്റായിരിക്കുന്ന ഒരു ഭാഗമാണ് ഏത്? നാവുകൾ. ഇതുപോലെ വേറൊരു അനുഭവം ഇത് നിൽക്കാനില്ല. കണ്ണുകളുമുണ്ട്, കണ്ണും വെറ്റാണ്. പക്ഷെ കണ്ണിനേക്കാൾ കൂടുതൽ നാവിലാണ് വെള്ളം ഇരിക്കുന്നത്. സംസാരിക്കണമെങ്കിൽ പോലും നാവിൽ എന്ത് വേണം? വെള്ളം വേണം. നിങ്ങൾ നോക്കൂ, ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വർത്തമാനം പറയാൻ പറ്റില്ല. നാവ് ചിലർക്ക് അങ്ങനെ ഒരു അസുഖം വരും, നാവിന് ഡ്രൈനസ് വരുന്ന ഒരു അസുഖമുണ്ട് ചിലർക്ക്. വർത്തമാനം പറയാനേ പറ്റില്ല. നാവിലൂടെ നമ്മൾ രുചി അറിയുന്നു. 5-മത് മൂക്കിലൂടെ നമ്മൾ ഗന്ധം അനുഭവിക്കുന്നു. അങ്ങനെ പ്രകൃതി 5 പഞ്ചമഹാഭൂതങ്ങളിൽ നിന്നും 5 അനുഭവങ്ങളെ ഉണ്ടാക്കി. 5 അനുഭവങ്ങളെ അറിയാൻ 5 ഇന്ദ്രിയങ്ങൾ നമുക്ക് തന്നു. ഇനി പ്രകൃതിയുടെ നിയമം ആക്ഷനും റിയാക്ഷനുമാണ്. പ്രകൃതിയിൽ എന്തുണ്ടോ അതിലൊക്കെ ആക്ഷനും റിയാക്ഷനും ഉണ്ട്. 2 ഇരുമ്പ് കഷ്ണങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിലൊരു ആക്ഷനും റിയാക്ഷനും നടക്കുന്നുണ്ട് പ്രിയാണ്. നമ്മളൊരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിയാക്ഷൻ ബോഡിയിൽ അപ്പം നടന്നേ പറ്റുള്ളൂ. നമുക്ക് ആരോഗ്യമുള്ളത് കൊണ്ടാണ് ഈ രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ആക്ഷനും റിയാക്ഷനും ബോഡിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ തുടങ്ങിയ ആക്ഷൻ, പിന്നെ അതിന്റെ റിയാക്ഷൻ തുടങ്ങി അതിനെ പുറത്തേക്ക് തള്ളല്, എല്ലാം ഇങ്ങനെ പ്രകൃതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ പ്രകൃതി നമുക്ക് റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ലോകത്തിൽ പ്രതികരിക്കാൻ തന്ന ഉപകരണങ്ങൾ 5 എണ്ണാണ്. അതിനെ പറയും കർമ്മേന്ദ്രിയം എന്ന് പറയും. കൈകള്, കാലുകള്, അതുപോലെ തന്നെ ശബ്ദമുണ്ടാക്കാൻ തന്ന വോക്കൽ കോഡ്, അതുപോലെ തന്നെ മല, മൂത്ര വിസർജന ഇന്ദ്രിയങ്ങൾ. ഇങ്ങനെ മൊത്തം 20 ഘടകങ്ങൾ ഈ പ്രകൃതിയിലുണ്ട്. ഏതൊക്കെയാണത്? 5 പഞ്ചമഹാഭൂതങ്ങൾ, അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ 5 അനുഭവങ്ങൾ, അതിനെ അനുഭവിക്കാൻ തന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, ഈ പ്രകൃതിയോട് പ്രതികരിക്കാൻ തന്ന 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇങ്ങനെ 20 എണ്ണം പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി വീണ്ടും കപിലൻ ഒന്നുകൂടി ആഴത്തിലേക്ക് ഇറങ്ങി പറയുകയാണ്, ഇതിനെയൊക്കെ കൊണ്ടു നടക്കുന്നത് ആരാണ്? 4 ഉപകരണങ്ങളാണ്. അതിനെ പറയും അന്ധക്കരണമെന്ന്. അതേതൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഒരു കാലഘട്ടത്തിൽ ബ്രെയിൻ എന്ന് പാശ്ചാത്യർ വിളിച്ചതിനെ നമ്മുടെ പൂർവികന്മാര് 4 പാർട്ടായിട്ട് കണ്ടുപിടിയാണ്. കാണാത്തൊരു സാധനത്തെ 4ആയി കണ്ട് മനസ്സിലാക്കിയവരാണ് നമ്മുടെ പൂർവികന്മാര്. അവര് നമ്മുടെ ബ്രെയിനെ 4 ഭാഗങ്ങളായിട്ട് കാണുന്നു. ഏതൊക്കെയാണത്? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. നമ്മുടെ ബ്രെയിനിന് 4 ഫങ്ഷൻസ് ഉണ്ട് എന്ന് പറയാണ്. 1-മത്തത് സ്ഥൂലമായ ഫങ്ഷൻ മനസ്സിന്റെ ഫങ്ഷനാണ്. മനസ്സെന്ന് പറയുന്നത് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാക്കുന്ന ഉപകരണത്തെയാണ്, ഭാഗത്തെയാണ് മനസ്സെന്ന് പറയുക. അതായത് നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും സ്ഥൂല ഭാഗമാണ് മനസ്സ്. എപ്പോഴും സംശയിക്കുകയും ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് മനസ്സാണ്. അതുകൊണ്ടായിരിക്കാം നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് മനസ്സാണ്. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നോക്കൂ,
മനസ്സ് സംശയിക്കാൻ തുടങ്ങി. സമയത്രി കിടക്കണോ, ഉണരണോ, പോണോ, പോണ്ടേ, ഭാഗവത സപ്താഹം നാളേക്കേ പോരെ, ഒരു ദിവസം കൂടി കിടന്നുറങ്ങിക്കൂടെ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ മനസ്സ് 100 സംശയങ്ങൾ മനസ്സുണ്ടാക്കി വെക്കും, ഇല്ലേ? രാവിലെ എണീക്കേണ്ട ആവശ്യമില്ല, വെക്കേഷനല്ലേ, കുറച്ചും കൂടി നേരം കിടന്നുറങ്ങിയിട്ടെന്താ, ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ആർക്ക് വേണ്ടിയിട്ടാണ് എണീക്കുന്നത്? ഇത്രയും കാലം എണീറ്റിട്ട് നേരെയില്ലല്ലോ. ഇന്നിപ്പോ കുറച്ചു നേരം കിടന്നുറങ്ങിച്ചിട്ട് ഇപ്പം എന്താണ്? അതും രാവിലത്തെ ആ സുഖമുള്ള ഉറക്കം, കൊതുകടി ഇല്ലാത്തൊരു സമയം, പുതയ്ക്കാൻ പറ്റാത്തൊരു സമയം, എന്തൊരു സുഖം എന്നൊക്കെ ഇങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ 100 സംശയങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് മനസ്സ് പറയുന്നത്, പാൽക്കാരൻ അവിടെ പാല് കൊണ്ടായിട്ടുണ്ടാവില്ലേ, പാത്രക്കാരൻ അവിടെ പത്രട്ടുണ്ടാവില്ലേ, അത് വല്ലവരും എടുത്തുകൊണ്ടുപോവില്ലേ, പട്ടി കടിച്ചുകൊണ്ടുപോവില്ലേ, ഇങ്ങനെയൊക്കെയുള്ള 100 ചോദ്യങ്ങളൊക്കെ മനസ്സ് ചോദിക്കുമ്പോൾ പിന്നെ ചാടി എണീറ്റ് ഓടുകയും നമ്മൾ. മനസ്സിങ്ങനെ സംശയിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. ബുദ്ധി ഉത്തരം പറയുന്നു പറയണം. എപ്പോഴും ഇൻഫോർമേഷൻ, അതായത് ആൻസർ കൊടുക്കുന്ന സിസ്റ്റമാണ് ബുദ്ധി. ബുദ്ധി മനസ്സിനോട് പറയും, ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യണം, എനിക്കതാണ്. അപ്പൊ ബുദ്ധി പറഞ്ഞാൽ മനസ്സതനുസരിക്കും. ചിലവരുടെ മനസ്സ് വളരെ ശക്തമായിരിക്കും, ബുദ്ധിയോട് അങ്ങോട്ട് പറയും മിണ്ടാതെ കിടക്കടാന്ന്, അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങും. പിന്നെ ബുദ്ധിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നല്ലതാ പറയുന്നത്, നീ എണീറ്റോ, വേഗം ബാത്റൂമിൽ പോയി കയ്യും കാലൊക്കെ കഴുകിയൊരു വിളക്കൊക്കെ കൊളുത്തിയിട്ട് വേഗം തയ്യാറാവുന്നു. നീ അവിടെ കിടക്കടാ, ഞാൻ എന്നെ പോകുന്നില്ല, കഴിഞ്ഞു. പിന്നെ ഒരു നിവൃത്തിയില്ല ബുദ്ധിക്ക്. അങ്ങനെ ബുദ്ധി ഉത്തരങ്ങൾ കൊടുക്കും, ഇൻഫോർമേഷൻ കൊടുക്കും. ബുദ്ധിക്ക് അത് കൊടുക്കണമെങ്കിൽ അത് എവിടെ നിന്ന് എടുത്തിട്ടാ കൊടുക്കുന്നത്? ചിത്തത്തിൽ നിന്ന് എടുത്തു കൊടുക്കണം. ചിത്തം എന്ന് പറഞ്ഞാൽ ഓർമ്മകളുടെ ശേഖരമാണ്, മെമ്മറി കോഡാണ്. എല്ലാ ഓർമ്മകളും അവിടെ കിടക്കുന്നത്. പിന്നെ നിങ്ങളുടെ സപ്താഹത്തിന് വന്നു കഴിഞ്ഞാൽ 7 ദിവസം ഈ സപ്താഹം ഉണ്ട് എന്നുള്ളത് മെമ്മറി കിടക്കുന്നുണ്ട്. അപ്പൊ ഉടനെ തന്നെ മെമ്മറി എന്ന് പറയും, അവിടെ സപ്താഹം നടക്കുന്നുണ്ട്, രാവിലെ എണീറ്റുള്ളൂ കേട്ടോ എന്നൊക്കെ പറയും. നമുക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പോണ്ടേന്ന് വേണം, പക്ഷേ ഒരു പക്ഷയിലെ എണീക്ക് അവിടെ നിന്ന്. പിന്നെ ആ പക്ഷയ്ക്ക് അവിടെ സ്ഥാനമല്ലേ, പിന്നെ എണീറ്റേ പറ്റുള്ളൂ. അപ്പൊ മെമ്മറിയിൽ നിന്ന് എടുത്തു കൊടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അലേർട്ടായ വേഗം മനസ്സിലാവും. നിങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുക, ഇവിടെ നേരെ ചായയൊന്നും കഴിക്കാതെ നേരെ പോയി അവിടെയൊക്കെ തൊഴുതു സുഖമായിട്ട് തൊഴിലൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പുറത്തു കിടന്നാൽ ആദ്യം പറയുക, നമുക്ക് ഇന്ന ഹോട്ടലിൽ പോയിട്ട് നെയ്റോസ്റ്റ് കഴിച്ചാൽ എന്താണ്. പണ്ടെന്നോ നെയ്റോസ്റ്റ് കഴിച്ച ഓർമ്മ അവിടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആ ഇൻഫോർമേഷൻ കൊടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾ ഹോട്ടൽ ഇവിടെ എവിടെയെങ്കിലും കറങ്ങുന്ന സമയത്ത് ഏതൊക്കെ ഹോട്ടലിലെ ഭക്ഷണത്തിന്റെ രുചിക്ക് നിങ്ങളുടെ നാവിൽ മനസ്സിൽ കിടക്കുന്നുണ്ട്. നാവിലില്ലെങ്കിലും മനസ്സിലുണ്ട്. ഇവിടെയാണല്ലോ, കല്ലൂരാണല്ലോ 64 ദോശ ഉണ്ടാക്കുന്ന ഒരു ഹോട്ടലുള്ളത്. പറയും നമുക്കത് അവിടെ പോയിട്ട് 2 ദോശ അടിച്ചാൽ എന്താന്ന് മനസ്സ് പറയും, അങ്ങനെ പോകുന്നു പറയുന്നു. ഇപ്രകാരം ചിത്തം എല്ലാ ഓർമ്മകളുടെയും ശേഖരമാണ്. നിങ്ങൾ രാവിലെ എണീക്കുന്നതും അടുക്കളയിൽ കയറുന്നതും ഓരോ പൊടികൾ എടുക്കുന്നതും അതേതിലേക്ക് ഇടണം എന്നൊക്കെ നിശ്ചയിക്കുന്നതൊക്കെ അതൊക്കെ ഓർമ്മ കൊടുക്കുന്നത് ആരാണ്? ചിത്തത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ നിങ്ങളത് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്, ചിത്തത്തിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. 4-മത്തേതാണ് ഞാനെന്ന ഭാവം. അതിനെ അഹങ്കാരം എന്ന് പറയും. ഈ ഞാനെന്ന ഭാവവും നമ്മുടെ മനസ്സിന്റെ മറ്റൊരു ഭാഗമാണ് ഈഗോ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടു നടക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇനി അടുത്തതിലേക്ക് കിടക്കാം. 24 പറയാണ്. ഇതിനെയൊക്കെ കൂട്ടിവെച്ചത് ആരാണ്? കൂട്ടി ഘടിപ്പിച്ചു വെക്കുന്നത് ആരാണ്? ഒന്നാമത് ശരീരം സ്ഥൂലമാണ്, മനസ്സ് സൂക്ഷ്മമാണ്. ഇതിനൊക്കെ ആരാ കൂട്ടിച്ചേർത്തിരിക്കുന്നത്? പറയുന്നു 2 ശക്തികളാണ്. അതാരൊക്കെയാണ്? അന്തഃപുരുഷരൂപേണ കാലരൂപേണ യോപഹി സമന്വത്തേ സത്വാനം ഭഗവാനാത്മമായ. അന്തഃപുരുഷരൂപേണ, ഉള്ളിലിരുന്ന് ഈശ്വര ചൈതന്യവും പുറമേയിരുന്ന് കാലവും ഇതിനെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഒരു കാറിന്റെ എഞ്ചിനും അതിന്റെ ബോഡിയും പോലെയാണ് നമ്മുടെ ഈ സിസ്റ്റം. ഇവിടെ മനസ്സും ബുദ്ധിയും ചിത്തവുമാകുന്ന സൂക്ഷ്മ ഉപകരണവും ശരീരത്തിന്റെ അംഗങ്ങളുമാകുന്ന സ്ഥൂല ഉപകരണങ്ങളും കൂടി ചേർന്നത്. ഇത് രണ്ടും കൂടിയാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ഇതിനെ കൂട്ടിച്ചേർത്തിരിക്കുന്നതോ ഈശ്വര ചൈതന്യവും കാലവുമാണ്. എന്ന് വെച്ചാൽ എന്താർത്ഥം? കാലത്തിന്റെ നിയമത്തിൽ നിന്നും മാറി നിൽക്കാൻ ശരീരത്തിന് സാധ്യമല്ല. അതതുപോലെ തന്നെ പോകും. എന്നാൽ ഈ കാലത്തിന് പോലും പ്രവർത്തിക്കണമെങ്കിൽ ഈശ്വര ചൈതന്യം നിറഞ്ഞിരുന്നേ പറ്റുള്ളൂ. ഇത്രയും മനസ്സിലായി. ഇനി പറയാണ്, ഇതൊക്കെ എന്തിനാ നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നത്? കാലത്തെയും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും,
ഈശ്വര ചൈതന്യത്തെയും ഉൾക്കൊള്ളാൻ സാധിച്ചാൽ, ഈശ്വര ചൈതന്യം കാലനിയമത്തിൽ നിന്നും അതീതമാണെങ്കിൽ, ഒരു വശം ഞാനും നിങ്ങളും മരണത്തിൽ നിന്നും അതീതരാണ്. കാലം മരണത്തിന് വിധേയമാക്കി ശരീരത്തെ കൊണ്ടുപോകുമ്പോൾ, ഈ ശരീരത്തെ ചൈതന്യവത്താക്കുന്ന ഈശ്വര ചൈതന്യവും ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സും കാലത്തിന് അതീതമാണ് എന്ന് പറയണം. ശരീരം മരിക്കുമ്പോഴും മനസ്സിനും ഈശ്വര ചൈതന്യത്തിനും എന്തില്ല? മരണമില്ല. അപ്പൊ ഒരു വശത്ത് നമ്മൾ മരണത്തിലും ഒരു വശത്ത് മരണത്തിന് അതീതരുമാണെന്ന പരമാർത്ഥം നമ്മളെ ബോധിപ്പിക്കാനാണ് ഇങ്ങനെയൊക്കെ അത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയും ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ ഫിസിക്സ് എവിടെ എത്തി നിൽക്കുന്നോ അവിടെയാണ് കപിലൻ എവിടെ പറഞ്ഞിട്ടുണ്ടോ അവിടെ ഫിസിക്സ് എത്തിയിട്ടുള്ളൂ പ്രിയൻ. ഇന്ന് ആധുനിക ഊർജ്ജതന്ത്രം പറയും ദ ടോട്ടൽ വാല്യൂ ഓഫ് എനർജി ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അതായത് ഇവിടെ എന്തെല്ലാം ഉണ്ടെങ്കിലും എനർജിയുടെ വാല്യൂവിന് യാതൊരു മാറ്റവുമില്ല. ഒരു 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാവുണ്ടായിരുന്നു വിചാരിക്കുക. അതിന്റെ മുകളിലുണ്ടായിരുന്ന ഒരു മാങ്ങ, 10,000 മാങ്ങ. അതിലൊരു അണ്ടി എടുത്തിട്ട് നമ്മൾ മുളപ്പിച്ച് വിത്താക്കി, അതും വീണ്ടും മാവായി, അതും വീണ്ടും മാങ്ങ തന്ന് അതിൽ നിന്നൊരു വീണ്ടും അണ്ടി മുളച്ചു, വീണ്ടും മാവായി. അങ്ങനെ 2005 അതിന്റെ ഒരു മാവ് നിൽക്കേണ്ടതെന്ന് വിചാരിക്കുക. 20,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മാവിന്റെ പാരമ്പര്യത്തിൽ വന്നൊരു മാവ്. ആ മാവിലുണ്ടാവുന്ന ഒരു മാങ്ങയെടുത്ത് അതിന്റെ ഉള്ളിലുള്ള അണ്ടിയിലിരിക്കുന്ന ബീജശക്തിയെ നോക്കിക്കഴിഞ്ഞാൽ 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള മാവിലുണ്ടായിരുന്ന അതേ ബീജശക്തി തന്നെ കാണാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു 20,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കോഴിയുടെ മുട്ടയിൽ എത്രമാത്രം ബീജശക്തിയുണ്ടോ അത്രയും ബീജശക്തി അതിന്റെ കുട്ടികൾ, വീണ്ടും കുട്ടികൾ, വീണ്ടും കുട്ടികൾ, വീണ്ടും കുട്ടികൾ ഇന്നത്തെ കോഴിയുടെ മുട്ടയിലും ഉണ്ടെങ്കിൽ ആ എനർജിയുടെ തലത്തിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അന്നുള്ളതൊക്കെ ഇന്നുമുണ്ട്, ഇന്നുള്ളതൊക്കെ അന്നുമുണ്ട്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതായത് ഈ ലോകത്തിൽ പുതിയതൊന്നും ഉണ്ടാവുന്നുമില്ല, എന്നാൽ ഉള്ളതൊന്നും നശിച്ചു പോകുന്നുമില്ല. നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഇല്ലാതെ ആവുന്നുമില്ല. എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സ്ഥൂലമായത് അത് മറയുന്നു, അത് വീണ്ടും മറ്റൊന്നായിട്ട് പ്രകടമാവുന്നു. ഏതുപോലെ ഒരു മാവിലെ ഇലയൊക്കെ താഴെ വീണു കഴിഞ്ഞാൽ അത് വീണ്ടും വളമായി വീണ്ടും അതിലേക്ക് ചേർന്ന് മറ്റൊരു ഇലയാവാൻ പ്രേരണ നൽകുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും വന്നു, ഇവിടെ ജീവിക്കുന്നു, വീണ്ടും മണ്ണിലേക്ക് പോവും, വീണ്ടും മറ്റൊരു രൂപം, വീണ്ടും മറ്റൊരു രൂപം, ഇങ്ങനെ ഈ ലീലകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഭാരതീയര് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവത്തോട് പോലും ഈ രീതിയിലാണ് പെരുമാറുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളെ ഹിന്ദുമതത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക അയാളുടെ ബോഡി എടുത്ത് നിലത്ത് കിടത്തും. എല്ലാ വസ്ത്രങ്ങളും അഴിച്ചു മാറ്റി അയാളെ നിലത്ത് കിടത്തും. എന്നിട്ടൊരു ഒരു വിരിപ്പൊക്കെ, ഒരു പുതപ്പൊക്കെ പുതച്ചിടും. അത് കഴിഞ്ഞാൽ പിന്നെ അയാളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. അത് കഴിഞ്ഞാൽ പിന്നെ എടുത്തു കൊണ്ടുപോയി മുളയുടെ മുകളിൽ എന്നിട്ട് അഗ്നിയിലേക്ക് സമർപ്പിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അത് വായുവായി, പിന്നത് ആകാശമായി. എവിടെ നിന്നാ വന്നത്? പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നത് വീണ്ടും പഞ്ചഭൂതങ്ങളിലേക്ക് പറഞ്ഞയച്ചു പ്രിയന. അപ്പൊ നമ്മുടെ പൂർവികന്മാർക്കറിയാം ഇത് വന്നത് പഞ്ചഭൂതത്തിൽ നിന്നാണെങ്കിൽ വീണ്ടും പോകേണ്ടത് പഞ്ചഭൂതത്തിലേക്കാണ്. നാശം എന്ന് പറയുന്നത് ഇല്ല അതിന്. അത് നേരത്തെ പഞ്ചഭൂതമായിരുന്നു, ഇപ്പോഴും ജീവിക്കുന്നത് പഞ്ചഭൂതമാണെങ്കിൽ തിരിച്ചു പോവേണ്ടതും. അപ്പൊ എന്നുള്ളതെന്താണ്? എന്നുള്ളതെന്താണ്? പഞ്ചഭൂതമാണ്. ശരിയല്ലേ? മണ്ണുകൊണ്ടൊരു മൺപാത്രം ഉണ്ടാക്കുമ്പോഴും ആ പാത്രം എന്ന് പറയുന്നത് എന്തു തന്നെയാണ്? മണ്ണ് തന്നെയാണ്. ഇതുപോലെ ഈ ശരീരത്തെ ഇപ്പം നമ്മൾ കേളപ്പനെന്നും കുട്ടപ്പനെന്നും കുമാരി എന്നും ലക്ഷ്മി എന്നൊക്കെ വിളിക്കുമ്പോഴും ഇത് വാസ്തവത്തിൽ മണ്ണും ആകാശവും വായുവൊക്കെ ഉള്ളത് തന്നെയാണ്. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മളിങ്ങനെ വസ്ത്രമൊക്കെ ധരിച്ചിങ്ങനെ ഫാഷനിൽ നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അറിയില്ല എന്ന് മാത്രം. 4 ദിവസം കുളിക്കാതെ എന്ന് വന്നിരുന്നു കൂടെ പറയാത് എത്രമാത്രം ഇതിന്റെ സൗന്ദര്യമുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഭയം എന്ന വികാരത്തെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ജീവിതത്തിൽ നമ്മൾ ഭയന്ന് ജീവിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല, ദുഃഖിച്ച് ജീവിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. കാലത്തിന്റെ നിയമത്തെ ആർക്കും തട്ടിമാറ്റാൻ സാധ്യമല്ല. അത് വന്നു, അതിലേക്ക് പോയേ പറ്റുള്ളൂ. തിരമാല പൊങ്ങി വന്നാൽ തിരമാല താഴ്ന്നു പോകണം. അതതിന്റെ നിയമമാണ്.
പക്ഷേ വെള്ളമെന്നും വെള്ളമായി നിൽക്കുന്നത് പോലെ ഈ പഞ്ചഭൂതമെന്നും പഞ്ചഭൂതമായി നിൽക്കുന്നു ഒരു വശത്ത്. ഇനി പുരുഷനാണെങ്കിലോ എന്നും പുരുഷനായിട്ടിരിക്കുന്നു പ്രിയാണ്. അപ്പോ ഒന്നും ഇവിടെ നശിക്കുന്നില്ല എങ്കിൽ, എന്നും എപ്പോഴും ഉള്ളതാണെങ്കിൽ നമ്മൾ എന്തിനിരുന്ന് ദുഃഖിക്കണം, എന്തിനിരുന്ന് വിഷമിക്കണം? സന്തോഷമായിട്ട് അങ്ങോട്ട് ജീവിക്കണ്ടേ? ഇതാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്. നീ ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല അർജുന. അതുകൊണ്ട് വിവേകമുള്ളവനൊന്നും ദുഃഖിക്കാൻ പോവില്ല. ഇത്രയും പറഞ്ഞ് പിന്നീട് അമ്മ ചോദിക്കുകയാണ്, പുത്ര ഇതൊക്കെ പറയുമ്പോഴൊക്കെ കേമാണ്, പക്ഷെ ഇവിടുന്ന് വിട്ടുപോയാൽ മറന്നുപോയല്ലോ കുട്ടാ. ഇതൊക്കെ എളുപ്പമാണ് വിചാരിച്ചിരിക്കുന്നത്. അവിടെ ചെന്നു കഴിഞ്ഞാൽ, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മുട്ടുവേദന, തലവേദന, പിന്നെ ഭർത്താവിന്റെ വിഷമം, ഭാര്യയുടെ വിഷമം, പിന്നെ മോന്റെ വിഷമം, അടുത്തിരുന്നിട്ട് മോളെ വിളിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ 100 പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എത്രയൊക്കെ നമ്മൾ വിഷമം കേട്ടാലും അവസാനം ഒരു ചോദ്യം ബാക്കി, രാമന് സീത എപ്പടിയെന്ന് ചോദിച്ചതുപോലെ. ഇതൊന്നും നമ്മൾ വിട്ടുപോവില്ല. നമ്മൾ ഒരിക്കൽ ബോംബെയിലെ സപ്താഹമൊക്കെ കഴിഞ്ഞ് പോരാ നേരത്തൊരമ്മ പറയാണ്, ഭർത്താവ് നേരത്തെ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു, പിന്നെ ഒരു മകളുണ്ട്, അവളെ പഠിപ്പിച്ചു, ജേർണലിസ്റ്റൊക്കെ ആക്കി. ആ കുട്ടിയുടെ കല്യാണം കഴിപ്പിച്ചതിന് ശേഷം ആ കുട്ടി തിരിഞ്ഞ് നോക്കണില്ലയാണ്. എന്താ സ്വാമി, ഒന്ന് ഇടയ്ക്കൊന്ന് വന്ന് നോക്കണ്ടേ? എത്രയാണ് ഞാൻ അവളെ നോക്കിയത്, എത്ര അവൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, നാലിങ്ങനെ സ്നേഹമില്ലാതെ തീരും. എനിക്കറിയാം അവനാണ് കുഴപ്പമുണ്ടാക്കുന്നത്, അവളുടെ അമ്മയാണ് കുഴപ്പമുണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ കരയാൻ തുടങ്ങി. അപ്പൊ കാബിലയോ ഭാഗ്യാനൊക്കെ കേട്ടില്ലേ എന്ന്. അതൊക്കെ കേൾക്കാൻ കൊള്ളാം, പക്ഷെ ജീവിതത്തിൽ പറ്റില്ല എന്ന്. പിന്നെന്താ പറയുക? ഇരുന്ന് കരഞ്ഞോളൂ. ഞാൻ പറഞ്ഞൊരു കാര്യം, ഹാർമോണിയം കൂടി വാങ്ങിച്ചിട്ട് കരഞ്ഞോളൂ എന്ന്. എന്നാ പിന്നെ ശബ്ദം ഒന്നുകൂടി കൂട്ടാം നിങ്ങൾക്ക്. അല്ല, ഇതിനൊക്കെ എന്താ പരിഹാരമുള്ളത്? ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് വിഷമങ്ങൾ തീർക്കാൻ പറ്റുക. മനസ്സിലാവുണ്ടോ? അല്ലാതെ നമ്മുടെ പരാതിപ്പ് ഒരാളോട് പറഞ്ഞതുകൊണ്ട് അവർക്ക് തീർക്കാൻ പറ്റുമോ? തീർക്കാൻ പറ്റില്ല. എന്താപ്പം ഇനിയിപ്പം മകൾ വീട്ടിൽ വന്നു വിചാരിക്കുക, മകളും മരുമകനും കൂടി വീട്ടിലങ്ങോട്ട് താമസാക്കി. ഈ അമ്മ തന്നെ പ്രാർത്ഥിക്കും, ഗുരുവായൂരപ്പ അവർക്ക് സദ്ബുദ്ധി കൊടുക്കണേ, വേറൊരു വീടെടുക്കാന്ന്. എന്റെ സമാധാനം ഇവർ നഷ്ടപ്പെടുത്തിയെന്ന്. ഇതേ നാവ് കൊണ്ട് തിരിച്ചു പറയും നമ്മൾ. ഇതൊക്കെ നമ്മുടെ നാവിന്റെ സ്വഭാവമാണ്. ഇന്നൊന്ന് പറയും, നാളെ വേറെ ഒന്ന് പറയും. നിങ്ങൾ കണ്ടില്ലേ, രാഷ്ട്രീയക്കാർ ഇന്നൊരു പാർട്ടി ഉണ്ടാക്കും, നാളെ അവരുടെ കൂടെ തന്നെ കൂടും. എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് സിന്ദാബാദ് എന്ന് വിളിക്കും. വീണ്ടും ഇലക്ഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കും. ഇതാണ് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ സ്വഭാവം. ഇന്ന് നമ്മൾ ആരെ കുറ്റം പറയുന്നോ, നാളെ അവരെക്കുറിച്ച് പുകഴ്ത്തി പറയും. മറ്റന്നാൾ അവരോട് വീണ്ടും തമ്മിൽ തെറ്റും. 4-ാമത്തെ ദിവസം വീണ്ടും നിങ്ങളില്ലാത്തൊരു ജീവിതം ചിന്തിക്കാൻ പോലും വയ്യ. നാണവും ഇല്ലാത്തൊരു സാധനമാണ് ഈ മനസ്സെന്ന് പറയുന്നത്. അതിന് ഇത്തിരി നാണം ഉണ്ടാവണമെങ്കിൽ ഈശ്വരനിലേക്കൊക്കെ അതിനെ തിരിക്കണം, പ്രേമത്തിലേക്ക് അതിനെ തിരിക്കണം. അതുകൊണ്ട് ഇവിടെ അമ്മയ്ക്കിത് പറഞ്ഞു കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് ഞാനതിനുള്ള സാധനകൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് 28-ാമത്തെ അധ്യായം ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന സാധനയാണ്. എന്താണത്? യോഗസ്യ ലക്ഷണം വക്ഷ്യേ സബീജസ്യ നൃപാത്മജേ മനോയേനൈവ വിദിനാം പ്രസന്നം യാതി സൽപദം സ്വധർമാചരണം ശക്ത്യാ വികർമാച്ച നിവർത്തനം ദൈവാലബ്ധേന സന്തോഷ ആത്മവിച്ചരണാർച്ചനം. യോഗസ്യ ലക്ഷണം വക്ഷ്യേ. എങ്ങനെയാണ് മനസ്സിനെ അമ്മയെ സമാധാനത്തിലും സ്വസ്ഥതയിലും ശാന്തിയിലും കൊണ്ടു നടക്കേണ്ടത്? അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. മനോ ഏനൈവ വിധിന. ഏത് വിധിപ്രകാരമാണ് മനസ്സിനെ പ്രസന്നം, എപ്പോഴും സന്തോഷത്തിലും അതുപോലെ മനസ്സമാധാനത്തിലും കൊണ്ടു നടക്കാൻ സാധിക്കുക? എപ്പോഴും സന്തോഷം അനുഭവിക്കാൻ എങ്ങനെ സാധിക്കും? ആദ്യം പറയാണ്, സ്വധർമാചരണം ശക്തിയാ. നല്ല ധൈര്യത്തോടുകൂടിയിട്ട് സ്വധർമ്മം ആചരിക്കണം. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് സ്ഥൂലമായ അർത്ഥം, രണ്ട് സൂക്ഷ്മമായ അർത്ഥം. സ്ഥൂലമായ അർത്ഥം എന്താണ്? ഭാര്യയായിട്ടും ഭർത്താവായിട്ടും അമ്മയായിട്ടും എങ്ങനെയെങ്കിലും ജീവിക്കുമ്പോൾ ആ ധർമ്മം അനുഷ്ഠിക്കുന്നതിനെ സ്വധർമ്മം എന്ന് വിളിക്കും. കുറേയും കൂടി സൂക്ഷ്മമായി സ്വധർമ്മം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ, സ്വ എന്ന ശബ്ദത്തിനർത്ഥം ഭഗവാൻ എന്നാണ്. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സ്മരിച്ച് പ്രേമത്തോടെ ജീവിക്കലാണ് സ്വധർമ്മം. സ്വ എന്ന് പറഞ്ഞാൽ ഭഗവാൻ. ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരുമായി ഇരിക്കുന്നതെന്ന ബോധം അല്പം പോലും വിട്ടുപോകരുത്. മനസ്സിടയ്ക്ക് പറയും, അല്ലല്ല ഭർത്താവ് ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്, മക്കളുള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സ് പറയുമ്പോഴും മനസ്സിനോട് പറയുക, ഭർത്താവും മക്കളും കുടുംബവും വീടും ഒക്കെ നിൽക്കുന്നത് ഈശ്വരന്റെ ചൈതന്യം ഉള്ളതുകൊണ്ടാണ്. ഈശ്വര ചൈതന്യം ഇല്ലെങ്കിൽ നീ വെറും ശവമാണ്.
ഒരിക്കൽ ശവമായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു ഭർത്താവും ഭാര്യയെ ആലിംഗനം ചെയ്തിട്ടില്ല. ഒരു മക്കളും അമ്മയുടെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് പറഞ്ഞിട്ടില്ല, അമ്മേ എന്നും ഈ ശവമെങ്കിലും ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ എന്ന്. മമ്മി എന്ന് വിളിക്കുമ്പോൾ ആ അർത്ഥത്തിൽ പറഞ്ഞെന്ന് വരാം. മനസ്സിലായില്ലേ? 6ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് കുട്ടിക്ക് മനസ്സിലായത്. ഒരു ദിവസം ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇന്നാണ് അമ്മയെ എനിക്ക് ടീച്ചർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് മമ്മി മമ്മി എന്ന് പറഞ്ഞാൽ എന്താ. ചോദിച്ചു, എന്താ മോനെ മമ്മി എന്ന് പറഞ്ഞാൽ? പറഞ്ഞു, ഈജിപ്തിലെ കുറെ ശവങ്ങളെയാണ് മമ്മി എന്ന് വിളിക്കുകയാണ്. അപ്പൊ അത് വിളിക്കാനാണല്ലോ അമ്മ എന്നെ പഠിപ്പിച്ച ഇത്രയും കാലം എന്നുള്ളത്. ശവമേ 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 എന്നുള്ളത്. ഇന്നേ വരെ ആരും ശവത്തെ കെട്ടിപ്പിടിച്ചിട്ടിരുന്നിട്ടില്ല. ഉണ്ടോ? ഒരു നിമിഷം ശവമായി കഴിഞ്ഞാൽ പിന്നെ പിടുത്തം വിട്ട് ഓടുക ചെയ്യുക ബാക്കിയുള്ളവര്. ശങ്കരാചാര്യസ്വാമികൾ വളരെ ലളിതമായി മനോഹരമായി പറയും, യാവൽ പവനോ നിവസതി ദേഹേ താവൽ പൃച്ഛതി കുശലം കേഹേ ഗതവതി വായോ ദേഹാപായേ ഭാര്യാദിവ്യതി തസ്മിൻ കായേ. ഭാര്യയും ഭർത്താവും ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഭർത്താവിന്റെ കാറ്റുപോയി എന്നാണ്, ഭർത്താവ് മരിച്ചുപോയി എന്നാണ്. ആ സമയത്ത് ഭാര്യ ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് പിടുത്തം വിട്ടുകൊണ്ട് ഭാര്യ ബിഭ്യതി തസ്മിൻ കായി, ഭാര്യ ആ ശവത്തെ പേടിച്ച് അവിടെ നിന്ന് മാറി നിന്നു എന്നാണ്. അപ്പോ ഈശ്വര ചൈതന്യം ഉള്ളതുകൊണ്ടല്ലേ ആലിംഗനം ചെയ്തത്. ആ ഈശ്വര ചൈതന്യം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആരും ആലിംഗനം ചെയ്യാറില്ലല്ലോ. വാസ്തവത്തിൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ ജീവിക്കുന്നതുകൊണ്ടായിരിക്കാം പലപ്പോഴും ദുഃഖങ്ങളും അസ്വസ്ഥതകളും വരുന്നത്. അപ്പൊ മനസ്സിപ്പോ പഠിപ്പിച്ചിരിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത്, ഭർത്താവ് കൂടെ ഉള്ളതുകൊണ്ടാട്ടോ ജീവിതം ഇങ്ങനെയൊക്കെ പോകുന്നത്, പണം കൂടെ ഉള്ളതുകൊണ്ടാട്ടോ ജീവിതം ഇങ്ങനെയൊക്കെ പോകുന്നത്, മക്കൾ ഉള്ളതുകൊണ്ടാണ്. ഇതൊക്കെയാണ് മനസ്സ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. മനസ്സിനെ തിരിച്ച് പഠിപ്പിക്കണം. ഇതുള്ളതുകൊണ്ടല്ല കുട്ടി ജീവിതം പോകുന്നത്, ഈശ്വരന്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ഈശ്വരന്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് അവരെയൊക്കെ എനിക്ക് സ്നേഹിക്കാനും അവരൊക്കെ എൻ്റെ അടുത്തിരിക്കുന്നത്. എപ്പോ ഈശ്വരന്റെ ചൈതന്യം എന്നിലില്ലേ പിന്നെ ആർക്കും എൻ്റെ കൂടെ ഇരിക്കാൻ സാധ്യമല്ല. ഇപ്രകാരം കപിലൻ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, അമ്മേ ഇത് ഉറയ്ക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവത് പ്രേമം വേണം. അതിനെന്താ വേണ്ടത്? ദിവസവും കുറച്ചു നേരം ഭഗവത് പ്രേമത്തെ വളർത്തിയെടുക്കാൻ ധ്യാനവും നാമസ്മരണകളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോ ഇവിടെ ഒരു ധ്യാന പ്രക്രിയ പറഞ്ഞു കൊടുക്കുകയാണ്. ശംഖചക്ര കഥാകാരിയിരിക്കുന്ന ഭഗവാന്റെ രൂപം പറയുന്നു. പ്രസന്നവദനാം ഭോജം പത്മഗർഭാരുലക്ഷണം നീലോത്പലശ്യാമം ശംഖചക്രകഥാധരം ലസൽപങ്കജ കിഞ്ചൽക്ക പീതകൗചേയവാസസം ശ്രീവത്സവക്ഷസം പ്രാജൽ കൗസ്തുഭാമുക്തകന്ധരം. ഇപ്രകാരം അമ്മയ്ക്ക് ആ ഈശ്വര രൂപത്തെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, അതെന്ത് ചെയ്യണം? സഞ്ചിന്തയേൽ ഭഗവതച്ചരണാരവിന്ദം വജ്രാങ്കുശദ്വജ സരോർഹലാഞ്ജനാദ്യം ഉത്തുംഗരക്തവിലസന്നവചക്രവാള ജ്യോത്സ്നാഭിരാഹത മദഹൃദയാന്തകാരം. ഇപ്രകാരം അമ്മയെ ഭഗവാന്റെ ആ ശംഖചക്ര കഥാരൂപത്തെ മനസ്സിലങ്ങോട്ട് കാണൂ. ഭഗവാൻ പീതാംബരം ധരിച്ചിരിക്കുന്നതും വനമാല ധരിച്ചിരിക്കുന്നതും കാരുണ്യത്തോടുകൂടി തന്നെ നോക്കുന്നതും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടിയിട്ട് ആ കിരീടവും അതുപോലെ തന്നെ ശ്രീവത്സവും അണിഞ്ഞിരിക്കുന്ന ആ രൂപത്തെയൊക്കെ നല്ലവണ്ണം മനസ്സുകൊണ്ട് നോക്കിക്കൊണ്ട് ആ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മനസ്സിൽ ഉറപ്പിക്കുക, എപ്പോഴും പുഞ്ചിരി തൂകിക്കൊണ്ട് ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, ഞാൻ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ അമ്മേ പതുക്കെ പതുക്കെ ഭഗവത് പ്രേമത്തിലേക്ക് പരിശീലിപ്പിച്ചുയർത്തു. അങ്ങനെ അമ്മയ്ക്ക് ബോധ്യം വരും ഈ പറയുന്നതൊക്കെ 100% സത്യമാണ്, യഥാർത്ഥമാണെന്ന് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ഉടനെ അമ്മ ചോദിക്കുകയാണ്, എനിക്കെങ്കിൽ ഭക്തിയോഗത്തെ ഒന്ന് ദൃഢമായി വ്യക്തമായി പറഞ്ഞു തരുമെന്ന്. അങ്ങനെ ഭക്തിയോഗം പറഞ്ഞു കൊടുക്കുന്ന അധ്യായമാണ് 29-ാം അധ്യായം.